എല്ലാവർക്കും നമസ്കാരം. +1 പ്രവേശനം കാത്തിരിക്കുന്ന ഒരു കുട്ടിയുടെ രക്ഷാകർത്താവാണോ താങ്കൾ എങ്കിൽ ഈ വീഡിയോ താങ്കൾക്ക് ഉള്ളതാണ്. ഞാൻ ശാന്തീഷ് കുമാർ, പനയന്നാർകാവ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ ഡയറക്ടേഴ്സിൽ ഒരാളും ഗണിതശാസ്ത്ര അധ്യാപകനുമാണ്. 2026-27 അധ്യയന വർഷത്തെ +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒന്നാം അലോട്ട്മെന്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. ഇതിൽ അഡ്മിഷൻ കിട്ടിയിരിക്കുന്ന കുട്ടികൾ ജൂൺ 15-ാം തീയതി മുതൽ ജൂൺ 17-ാം തീയതി വൈകിട്ട് 5 മണിക്കുള്ളിൽ സ്കൂളിലെത്തി അഡ്മിഷൻ എടുത്തിരിക്കണം. ഇനി എന്താണ് ആദ്യ അലോട്ട്മെന്റ് എന്ന് ചോദിച്ചാൽ, നമ്മൾ നിലവിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസിന്റെ അടിസ്ഥാനത്തിൽ, വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു അഡ്മിഷന്റെ ലിസ്റ്റാണ് ആദ്യ അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. ഈ അലോട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടിയിരിക്കുന്ന കുട്ടികൾ സ്കൂളിലെത്തി സ്ഥിരമോ താൽക്കാലികമോ ആയ അഡ്മിഷൻ എടുത്തില്ല എങ്കിൽ തുടർന്നുള്ള അഡ്മിഷനുകളിൽ നിന്ന് ആ കുട്ടി ഓട്ടോമാറ്റിക്കായിട്ട് പുറത്ത് ആകുന്നതായിരിക്കും. ഇനി എങ്ങനെയാണ് ആദ്യ അലോട്ട്മെന്റ് ഫലം പരിശോധിക്കുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആപ്ലിക്കേഷൻ ചെയ്യാൻ ഉപയോഗിച്ച നമ്മുടെ HSCAP-ൽ കയറിയിട്ട് കാൻഡിഡേറ്റ് ലോഗിനിൽ സിംഗിൾ വിൻഡോ സിസ്റ്റത്തിൽ കയറി നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും, യൂസർ നെയിം എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ നമ്പറാണ്, പാസ്വേഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ്, ജില്ല ഇവ കൊടുക്കുമ്പോൾ നിങ്ങളുടെ അലോട്ട്മെന്റിന്റെ സ്റ്റാറ്റസ് നിലവിൽ എങ്ങനെയാണെന്നുള്ള കാര്യം അറിയാൻ പറ്റും. നിങ്ങൾക്ക് അലോട്ട്മെന്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരു അലോട്ട്മെന്റ് ലെറ്റർ അതിലുണ്ടാകും. ആ പ്രവേശന സമയത്ത് ഈ ലെറ്ററും ബാക്കി ആവശ്യമായ രേഖകളും സഹിതം സ്കൂളിലെത്തിയിട്ട് അഡ്മിഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ അല്പം മുമ്പേ സൂചിപ്പിച്ചു, താൽക്കാലിക പ്രവേശനവും സ്ഥിര പ്രവേശനവും. എന്താണ് താൽക്കാലിക പ്രവേശനം, എന്താണ് സ്ഥിര പ്രവേശനം എന്ന് ചോദിച്ചാൽ, അഡ്മിഷന് നിങ്ങൾ കൊടുത്തിരിക്കുന്ന സ്കൂളിലെ ഒന്നാമത്തെ സ്കൂളിൽ തന്നെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ ആ സ്കൂളിലെത്തി സ്ഥിരം അഡ്മിഷൻ എടുക്കണം, പെർമനന്റ് അഡ്മിഷൻ എടുക്കണം. ആ കുട്ടികൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കാനുള്ള സാധ്യത ഇല്ല, അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല. നിങ്ങൾക്ക് 2 മുതൽ താഴോട്ടുള്ള ഓപ്ഷനുകളിലെ സ്കൂളുകളിലാണ് കിട്ടിയിരിക്കുന്നത് എങ്കിൽ, നിങ്ങൾക്ക് അതിന് മുകളിലുള്ള സ്കൂളിലാണ് നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട സ്കൂളിൽ എത്തിയിട്ട് ടെമ്പററി അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇനി അടുത്തത്, സ്ഥിര പ്രവേശനം കിട്ടാൻ എങ്ങനെയാണ് ഫീസ് അടയ്ക്കേണ്ടത് എന്നുള്ളതാണ്. ഫീസിനെ കുറിച്ചുള്ള വിവരം അലോട്ട്മെന്റ് ലെറ്ററിൽ ഉണ്ടാകും. അതിൽ പറഞ്ഞിരിക്കുന്ന ഫീസ് സ്കൂളിൽ നേരിട്ട് നൽകിയാൽ മതി. ഇനി അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടുന്ന രേഖകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, നമുക്ക് അലോട്ട്മെന്റ് കിട്ടി എന്ന് പറയുന്ന ഒരു 2 പേജുള്ള അലോട്ട്മെന്റ് ലെറ്റർ നമുക്ക് കിട്ടും. ആ ലെറ്റർ നമ്മൾ പ്രിന്റ് എടുക്കണം. നമ്മുടെ SSLC-യുടെ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ കുട്ടികൾക്ക് ലഭ്യമായിട്ടില്ല, അപ്പം നിങ്ങൾ നെറ്റിൽ നിന്നെടുത്ത പ്രിന്റ് ഔട്ട് ഹാജരാക്കിയാൽ മതി. TC, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, നമ്മൾ ബോണസ് പോയിന്റിന് വേണ്ടി അതിൽ ടിക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾക്കുള്ള അസൽ സർട്ടിഫിക്കറ്റ്, ഫോട്ടോ കോപ്പി അല്ല, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എന്നിവയുമായി സ്കൂളിലെത്തി വേണം സ്ഥിരമോ താൽക്കാലികമോ ആയ അഡ്മിഷൻ എടുക്കാൻ. 2 അഡ്മിഷനും നമ്മൾ രേഖകൾ സ്കൂളിൽ ഹാജരാക്കണം. ഇനി ഒന്നാമത്തെ അലോട്ട്മെന്റിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സ്കൂൾ ലഭിച്ചില്ല, അപ്പം നമ്മൾ അഡ്മിഷൻ എടുക്കണം. അഡ്മിഷൻ നിർബന്ധമായും എടുക്കണം. അത് പെർമനന്റോ ടെമ്പററിയോ എടുത്തിരിക്കണം. എടുത്തില്ല എങ്കിൽ നമ്മളെ പിന്നീടുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് പരിഗണിക്കുന്നതല്ല. ഇനി ഇപ്പോൾ വന്നിരിക്കുന്ന അലോട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾ എന്ത് ചെയ്യണം? അവർ ജൂൺ 22-ന് നടക്കുന്ന 2ാമത്തെ അലോട്ട്മെന്റിനായിട്ട് കാത്തിരിക്കാം. അപ്പൊ ഇത്രയാണ് ഫസ്റ്റ് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് രക്ഷാകർത്താക്കളെയും കുട്ടികളെയും അറിയിക്കാനുള്ള വിവരങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുമായി ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്കിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ, യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. തുടർന്നും ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.